അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പിതാവിൻ്റെ സ്നേഹിതരുമായി ബന്ധം പുലർത്തൽ വിശുദ്ധ ഇസ്ലാമിൽ വളരെ പുണ്യമായ ഒരു കാര്യമാണ്. പിതാവിൻ്റെ കൂട്ടുകാരെ ബഹുമാനിക്കുക, അവരുമായി നല്ല ബന്ധം പുലർത്തുക. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏറ്റവും വലിയ പുണ്യം ഒരാൾ തൻ്റെ പിതാവിൻ്റെ സ്നേഹിതരുമായി ബന്ധം പുലർത്തലാണ്. ഉപ്പയുടെ സ്നേഹിതന്മാർ, അവരുമായി നല്ല ബന്ധം പുലർത്തൽ വിശുദ്ധ ഇസ്ലാമിൽ പുണ്യമായ ഒരു കാര്യമാണ്. പിതാവ് മരണപ്പെട്ടാലും പിതാവിനോടുള്ള വലിയ ഒരു കടപ്പാടാണ്, ഒരു ബാധ്യതയാണ് പിതാവിൻ്റെ കൂട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തൽ. പിതാവ് ജീവിതകാലത്ത് ആരോടെല്ലാം നല്ല രീതിയിൽ സൗഹാർദ്ദം പങ്കിട്ടുവോ, ആരോടെല്ലാം സ്നേഹബന്ധം പുലർത്തിയോ, അവരോടെല്ലാം ആ പിതാവിൻ്റെ കൂട്ടുകാരെ അവരെ സഹായിക്കലും അവരുടെ ദുഃഖത്തിലും സന്തോഷത്തിലും പങ്കുചേരലുമെല്ലാം വളരെ പുണ്യമുള്ള ഒരു കാര്യമാണ്. പിതാവിൻ്റെ കൂട്ടുകാർ ആ കൂട്ടുകാരോട് സംസാരിക്കുന്നത് വളരെ മോശമായി കാണുന്ന ചിലരുണ്ട്. സ്വന്തം കൂട്ടുകാർക്കിടയിൽ പിതാവിൻ്റെ കൂട്ടുകാരെ ബഹുമാനിക്കുക, അവരോട് കാര്യങ്ങൾ അന്വേഷിക്കുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഇന്നത്തെ ഈ നൂറ്റാണ്ടിലെ ചെറുപ്പക്കാർ പഴയ ഒരു കാര്യമായിട്ട്, പഴഞ്ചനായ ഒരു കാര്യമായിട്ടാണ് കരുതുന്നത്. അത് പിതാവിനോടുള്ള ഒരു വിച്ഛേദനമാണ്, പിതാവുമായിട്ടുള്ള ബന്ധം മുറിക്കലാണ്. മരണശേഷവും പിതാവുമായിട്ടുള്ള ബന്ധം തുടരണമെങ്കിൽ, പിതാവുമായിട്ടുള്ള ആത്മബന്ധം തുടരണമെങ്കിൽ, പിതാവിൻ്റെ പ്രാർത്ഥന, പിതാവിൻ്റെ മദദ്, പിതാവിൻ്റെ പൊരുത്തം മക്കൾക്ക് ലഭിക്കണമെങ്കിൽ പിതാവിൻ്റെ കൂട്ടുകാരുമായി നല്ല ബന്ധം പുലർത്തണം. അവർ പ്രായമുള്ളവരാണെങ്കിലും, അവർ സാമ്പത്തികമായി കുറഞ്ഞവരാണെങ്കിലും, അവർ സമൂഹത്തിൽ താഴ്ന്ന തട്ടിലുള്ളവരാണെങ്കിലും, ആരാണെങ്കിലും അവരെ ബഹുമാനിക്കണം, അവരെ ആദരിക്കണം. ഇതാണ് വിശുദ്ധ ഇസ്ലാം കൽപ്പിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ പിതാവുമായി ബന്ധമുള്ള സ്നേഹിതരോട് നല്ല ബന്ധം പുലർത്തലാണ് ഏറ്റവും പുണ്യമായ ഒരു കാര്യമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ഹദീസ് നാം മറന്നു പോകരുത്. പിതാവിൻ്റെ മരണശേഷം പിതാവിൻ്റെ കൂട്ടുകാർ പല ഭാഗത്തുമുണ്ടാകും. അതുപോലെ തന്നെ പിതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് പലർക്കും സഹായങ്ങൾ ചെയ്തിട്ടുണ്ടാകും. പിതാവ് ധനികനാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തൻ്റെ ദരിദ്രരായ കൂട്ടുകാരെ സഹായിച്ചിട്ടുണ്ടാകും. അതെല്ലാം അന്വേഷിച്ച് ആ പിതാവിൻ്റെ കൂട്ടുകാരെ സഹായിക്കുക, അവരോട് നല്ല ബന്ധം പുലർത്തുക.